ഒരു ഹെവി ഡ്യൂട്ടി എയർ കംപ്രസറിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ സ്ക്വയർ പെയിൻറ്റിങ്, പഞ്ചർ അടക്കണ കടയിൽ അല്ലെങ്കിൽ കാറ്റടിക്കുന്ന കടകളിൽ, പിന്നെ വാഷിങ്ങിൽ എയറും വാട്ടറും കൂടി മിക്സാക്കി കഴുകുന്ന വാഷിങ്ങിൽ പ്രത്യേകം ഗണ്ണ് വേണം കേട്ടോ അതിന്. അതുപോലെ തന്നെ ഫോം വാഷിങ്ങിന്, നമ്മൾ കാറിലൊക്കെ ഫോം ഉപയോഗിച്ചൊരു പതഞ്ഞിട്ട് വരുന്ന ആ കഴുകുന്ന വാഷിങ്ങിന് വേറെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ എയർ മോട്ടോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രില്ലുണ്ട്. അതുപോലെ ടയറൊക്കെ അഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരുപാട് നമ്മളെ ഇലക്ട്രിക് കൊണ്ട് ചെയ്യുന്ന ഒരു 90% കാര്യങ്ങളും നമ്മളെ എയർ മോട്ടർ കൊണ്ടും അല്ലെങ്കിൽ എയർ കംപ്രസർ കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു DIY എയർ കംപ്രസർ ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ ഇത്. നമ്മുടെ ഗ്യാസിൻ്റെ കുറ്റിയാണ്. അതിൻ്റെ മുകൾ ഭാഗവും പിന്നത്തെ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ നോസിലുണ്ടാവും, നമ്മൾ ഗ്യാസ് വരുന്ന നോസിലുണ്ടല്ലോ, അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചാൽ അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് പോരും, പൈപ്പ് റഞ്ച് ഉപയോഗിച്ച് തിരിച്ചാൽ പോരും. എന്നിട്ട് വെള്ളം നിറച്ചിട്ട് ഒരു 4-5 തവണ അത് കഴുകണം. കാരണം അതിൽ ഉള്ളിൽ ഗ്യാസ് ഉണ്ടാവും. അതുപോലത്തെ ഗ്യാസിൻ്റെ സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ കെമിക്കലും ഉണ്ടാവും. അത് 2-3-4 തവണ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൽ വെൽഡിങ് ചെയ്യാൻ പാടുള്ളൂ. വെൽഡിങ് എന്തിനാണ്? ഈ പൈപ്പ് കണക്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ വെൽഡിങ്ങോ അല്ലെങ്കിൽ ഡ്രില്ലോ ഉപയോഗിച്ച് ഹോൾസ് തുളക്കണം. പിന്നെ അടിയിൽ വേട്ടത്തിൻ്റെ വാട്ടർ ഒരുപാട് ഒരു 3-4 തവണ ഉപയോഗിച്ച വെള്ളം കംപ്രസ്സായിട്ട് അടിയിൽ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡ്രെയിൻ വാൽവ് കൊടുക്കണം, സേഫ്റ്റി വാൽവ് കൊടുക്കണം. അപ്പോൾ ഇതൊരു നമ്മളുണ്ടാക്കിയൊരു കംപ്രസറാണ്. ഒരു പഴയൊരു ഗ്യാസ് സിലിണ്ടറാണ്. ഏകദേശം ഒരു 500-1000 മാക്സിമം 1000 രൂപ ചിലവ് വന്നിട്ടുണ്ടാവും അതിന്. പിന്നെ നമ്മളിപ്പോൾ എല്ലാ കിണറുകളിലും ഇപ്പോൾ സബ്മേഴ്സിബിൾ പമ്പ് വന്നത് കാരണം സെക്കൻഡ് ഹാൻഡ്സ് സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഒരുപാട് പഴയത് കിട്ടാനുണ്ടാവും. അപ്പോൾ അതൊരു 3000 രൂപക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മോട്ടറിന് എത്തിയിട്ട് എമൗണ്ട് വരും. ആ എമൗണ്ട് കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹെവി ഡ്യൂട്ടി കംപ്രസർ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ബാക്കിയുള്ള കണക്ഷൻ, പൈപ്പ്, വെൽഡിങ്, അതിൻ്റെ ഫ്രെയിം വലിയ ചിലവ് വരില്ല. അതിൽ ഇലക്ട്രോണിക് റെഗുലേറ്റർ വെക്കും. അതായത് ഇലക്ട്രോണിക് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ്. നമുക്ക് വേണ്ട എയറിൻ്റെ പ്രഷർ ആയിക്കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുന്ന സംവിധാനം. അതിൻ്റെ ഒരു 2000 രൂപയാണ് ഇപ്പോഴത്തെ വില. അത്യാവശ്യം നല്ല ബ്രാൻഡിന് കേട്ടോ, അത്യാവശ്യം കാലം നിൽക്കുന്ന ബ്രാൻഡിന് 2000 രൂപയാണ് വില. അപ്പം അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 18,000 രൂപക്ക് ലൈറ്റ് ഡ്യൂട്ടിയാണ് കിട്ടുക. ഈ ബെല്ലോൻ്റെ ഒക്കെ സാധനം ലൈറ്റ് ഡ്യൂട്ടിയാണ് കിട്ടുക. അത് തുടർച്ചയായിട്ട് ഒരു അരമണിക്കൂർ ഉപയോഗിച്ചാൽ ആൾ തന്നെ കുഴങ്ങിയിട്ട് പിന്നെ ആൾ ഒന്ന് ഓഫാകും, പിന്നെ ഇങ്ങനെ ഓണാകും. അതായത് ഹെവി ഡ്യൂട്ടി അല്ല. ഈ സിംഗിൾ സ്റ്റേജ് പഴയ കംപ്രസർ ഹെവി ഡ്യൂട്ടിയാണ്. അതിന് അത്യാവശ്യം ഓയിൽ ഒരു തവണ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് കാലത്തേക്ക് നോക്കണ്ട. പക്ഷേ ഐബെല്ലോൻ്റെ അങ്ങനത്തെ, അതായത് ഇപ്പോൾ വരുന്ന സ്മാൾ സ്കെയിൽ സിംഗിൾ സ്റ്റേജ് ഓയിൽ കൂൾഡ് കംപ്രസർ എന്നൊക്കെ പറയുന്ന ആ ഐറ്റംസിന് ഹെവി ഡ്യൂട്ടി അല്ല, അതിന് ഓയിലിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കാണ്ട്. ഇങ്ങനത്തെ റഫ് ആൻഡ് ടഫിന് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഐറ്റം ഇതാണ്. പിന്നെ ലൈറ്റ് ഡ്യൂട്ടി മോഡൽസിൻ്റെ റിസർവോയർ അല്ലെങ്കിൽ എയർ ടാങ്ക് ഒരു 150 അല്ലെങ്കിൽ 180 PSI വരെ ഒരു താങ്ങുള്ളൂ. പ്രഷർ അത്രയൊന്നും ആരും ആക്കത്തില്ല. എന്നാലും നമ്മുടെ ഈ ഗ്യാസ് സിലിണ്ടർ ആയത് കാരണം 250 PSI വരെ നമുക്ക് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ അതുകൊണ്ടാണ് ഈ മെഷീനിൽ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യാറുള്ളത്. ഓട്ടോമാറ്റിക് നമ്മുടെ ഒരു പേഴ്സൺ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഈ മെഷീന് മെയിനായിട്ട് ഓട്, അതായത് 2 നിലയുടെ വീടിൻ്റെ ഒക്കെ മുകളിൽ ഓടൊക്കെ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനായിരുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി കഴിഞ്ഞാൽ ഇതാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇത് സേഫ്റ്റി വാൽവ് ഓൾറെഡി ഇതിലുണ്ടല്ലോ, പ്രഷർ റിലീഫ് വാൽവ് നിങ്ങൾ കണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് വാൽവ് തന്നെയാണ്. കാരണം അത്യാവശ്യം പ്രഷർ അത് നമ്മൾ എന്നും ഓണാക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ജനറൽ സേഫ്റ്റി ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ നോക്കാം. എല്ലാ മെഷീനുകളും വരുന്നത് ഇതിന് അത്യാവശ്യം കംപ്രസർ എന്ന് പറയുമ്പോൾ വളരെ വളരെ ഡേഞ്ചർ തന്നെയാണ്. അതിന് നമ്മുടെ മേത്തടിക്കാൻ പാടില്ല, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അടിക്കാൻ പാടില്ല. പിന്നെ പ്രഷർ ചെക്ക് ചെയ്യണം, പിന്നെ ഡ്രെയിൻ ചെയ്യണം, കംപ്രസറിൻ്റെ ഓയിൽ നോക്കണം, പിന്നെ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഹെവി ഡ്യൂട്ടി അത്യാവശ്യം താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും.